വധശിക്ഷ നേരിടേണ്ടി വന്നിട്ടും രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ആയിരക്കണക്കിന് പോളിഷ് സന്യാസിമാരും പുരോഹിതരും ആയിരക്കണക്കിന് ജൂത കുട്ടികൾക്കും മുതിർന്നവർക്കും അഭയം നൽകി. ജർമ്മൻ അധിനിവേശ പോളണ്ടിൽ ജൂതന്മാരെ ഒളിപ്പിച്ചതിൽ പിടിക്കപ്പെട്ട ആർക്കും നാസികളുടെ മരണഭീഷണി നേരിടേണ്ടി വന്നു. ജർമ്മൻ അധിനിവേശത്തിൽ നിന്ന് ജൂതന്മാരെ രക്ഷിച്ച പോളണ്ടുകാരുടെ ദേശീയ ഓർമ്മ ദിനമാണ് മാർച്ച് 24. 1944 മാർക്കോവയിൽ ജൂതർക്ക് അഭയം നൽകിയതിന് ജർമ്മൻ അധിനിവേശക്കാരാൽ കൊലപ്പെടുത്തപ്പെട്ട ഉൽമ കുടുംബത്തിലെ 9 പേരെയും അവർ ഒളിപ്പിച്ച ജൂതന്മാരെയും കൊലപ്പെടുത്തി. ജൂതർക്ക് സഹായ വാഗ്ദാനം നൽകിയെന്നതിന്റെ പേരിൽ മരണം വരിക്കേണ്ടി വന്ന ഉൽമ കുടുംബത്തിന്റെ ഓർമ്മയ്ക്കായാണ് പോളണ്ടുകാരുടെ ദേശീയ ഓർമ്മ ദിനമായി ആചരിക്കുന്നത്. ഈ അനുസ്മരണ ദിനത്തിന് വിശാലമായ അർത്ഥമുണ്ട്. ജൂതവിരുദ്ധ ഭീകരതയിൽ നിസ്സഹായരായ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ ജീവൻ പണയപ്പെടുത്തിയും അമാനുഷികരല്ലാത്ത സന്യസ്തരും സാധാരണ മനുഷ്യരും നടത്തിയ തിരഞ്ഞെടുപ്പുകൾക്ക് രാജ്യം നൽകുന്ന ആദരമാണ് ഈ ദിനം. നിരന്തരമായ വധഭീഷണിയുണ്ടായിരുന്നിട്ടും സന്യസ്തർ കോൺവെന്റ് ജീവിതം യഹൂദ ജനതയ്ക്ക് അഭയസ്ഥാനം നൽകാൻ ഉപയോഗിച്ചു. അനാഥാലയങ്ങൾ, ബോർഡിംഗ് സ്കൂളുകൾ, കെയർ ഹോമുകൾ എന്നിവ രഹസ്യ അഭയ കേന്ദ്രങ്ങളായി മാറി. വാർസോയിലെ നസറത്തിലെ ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് സെർനിയാക്കോവ് സ്ട്രീറ്റിലെ അവരുടെ വീട്ടിൽ ജൂത പെൺകുട്ടികളെ ഒളിപ്പിക്കുകയും അവർക്ക് രഹസ്യ വിദ്യാഭ്യാസം നൽകുകയും ചെയ്തു. ജൂതരെ രക്ഷിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച സിസ്റ്റർ യൂട്ടാലിയ ജാഡ്വിഗയുടെ മരണശേഷം അവരെ രാഷ്ട്രങ്ങൾക്കിടയിലെ നീതിമാന്മാരെന്ന നിലയിൽ ആദരിക്കുകയും 2024 കോൺവെന്റ് കെട്ടിടത്തിൽ ഒരു സ്മാരക ഫലകം അനാച്ഛാദനം ചെയ്യുകയും ചെയ്തു. വിവിധ സഭകളിൽ നിന്നുള്ള 2000-ലധികം സന്യാസിമാർ ജൂതന്മാരെ സഹായിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. യുദ്ധാനന്തരം അവരുടെ ചിതറിപ്പോയ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്താൻ പ്രയാസമായിരുന്നു. എങ്കിലും ഇന്നും പോളണ്ട് ജനത ജൂതർക്ക് അഭയം നൽകിയവരെ അനുസ്മരിച്ചു പോരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.